സോ വൺസ് അഗെയിൻ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നും ഞാൻ വന്നിരിക്കുന്ന ഒരു ബിഹൈൻഡ് ദ സീൻസ് ആയിട്ടാണ്. എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ, കുറച്ച് നാളായില്ല ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ ആയിട്ട് പോയിട്ട്. കുറച്ചേറെ തിരക്കായിരുന്നു, വെഡ്ഡിങ്ങിൻ്റെ സമയം ആയതുകൊണ്ട് നല്ല തിരക്ക് തന്നെയായിരുന്നു. ഇൻസ്റ്റയിലേക്കാണെങ്കിലും വീഡിയോസ് ഒന്നും പോകുന്നില്ല, യൂട്യൂബിലാണെങ്കിലും വീഡിയോ ഒന്നും പോകുന്നില്ല. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇനി തൊട്ട് വീഡിയോ ഇടാനാണ് എൻ്റെ പ്ലാൻ. അങ്ങനെയാണ് ഇപ്പം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ട്രഡീഷണൽ ഷൂട്ടാണ്. നിങ്ങൾക്കറിയില്ല, എൻ്റെ ഒരു ഫേവറേറ്റ് ആണ് ഈ ട്രഡീഷണൽ ഷൂട്ടെന്ന് പറയുന്നത്. എൻ്റെ ഒരു ഫേവറേറ്റ് ആണ് ആക്ച്വലി. അപ്പോൾ എന്താണ് മോഡൽ എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം, ഞാൻ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ എന്താണ് കുറച്ച് നാളായിട്ട് നമ്മളിങ്ങനെ പ്ലാൻ ഇട്ടുകൊണ്ടിരുന്ന റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ധാവണിയായിരുന്നു ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് പെട്ടെന്ന് കിട്ടും, അല്ലെ പെട്ടെന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഉദ്ദേശിച്ചോടെ നമുക്ക് ധാവണി കിട്ടിയില്ല. കിട്ടാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആലപ്പുഴയിലുള്ള ഡിനേറ ബൊട്ടിക് എന്ന് പറഞ്ഞൊരു ടീമുണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷനിലെ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം ഞാൻ കൊടുത്തേക്കാം. സോ അവിടെ നിന്നാണ് എനിക്ക് ഈ ധാവണി തരുന്നത്. പിന്നെ അതുപോലെ തന്നെ ആൾക്ക് വേണ്ടിയിട്ടുള്ള ഓർണമെൻറ്റ്സ് ഒക്കെ തരുന്നത് ഞാൻ എന്നും പറയുന്നത് നമ്മുടെ മേക്കപ്പ് ടീമായ ഐശ്വര്യ മേക്കേഴ്സിലെ ലക്ഷ്മിയമ്മയാണ് നമുക്ക് ഈ ഓർണമെൻറ്റ്സ് എല്ലാം പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ എല്ലാം കൂടെ റെഡിയാക്കി പെറുക്കി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കൊരു സമയം പിടിച്ചു. 17-ാം തീയതി ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് ഞങ്ങളൊന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഞാനും ഉണ്ട്, എൻ്റെ ഫ്രണ്ട്സും ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയാണ് ഷൂട്ട് ചെയ്ത്. ലൊക്കേഷൻ വന്നിട്ട് ഞാൻ ഇതിന് മുന്നേ വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കിടങ്ങൂർ അടുത്തൊരു ലൊക്കേഷൻ ഉണ്ട്, കട്ടച്ചിറ എന്നുള്ള ലൊക്കേഷൻ ഉണ്ട്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അവിടെ വെച്ചിട്ട് തന്നെയാണ് ഷൂട്ട് ചെയ്ത്. ഒരു 6:30 ആകുമ്പോൾ ചെന്ന് നിന്നിട്ട് ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ ഷൂട്ട് ചെയ്യാം. ഒരു 9 മണിയോടുകൂടി ഷൂട്ട് തീർക്കുക എന്നുള്ള പ്ലാനിലായിരുന്നു ഞാനിരുന്നത്. പക്ഷേ എന്താ പറയുക, ഞങ്ങളൊരു 7:15-7 അടുത്താണ് ചെന്നത്. ആ സമയത്തേക്ക് വെയിലങ്ങ് കയറി വന്നായിരുന്നു ഓൾറെഡി. പക്ഷെ നമുക്ക് നല്ല ഔട്ട്പുട്ട് കിട്ടി കേട്ടോ. നിങ്ങളത് വിഷ്വൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കുറച്ച് വെയിലുണ്ടെങ്കിൽ നമുക്ക് നല്ല ഔട്ട്പുട്ട് കിട്ടി. കുറച്ചുകൂടെ നേരത്തെ വരുവാണെങ്കിൽ ബെറ്റർ ആക്കാമെന്ന് എനിക്കൊരു തോന്നലൊന്നു. ബട്ട് നമ്മൾ ആ ഒരു വെയിലത്താണെങ്കിൽ പോലും നമുക്ക് അത്രയും നല്ലൊരു ഔട്ട്പുട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. വിഷ്വൽ എന്തായാലും നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഒന്ന് കയറി കണ്ടു നോക്കാം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ പേജ് ഞാൻ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ ബിഹൈൻഡ് ദ സീൻസ് ഒക്കെ ഞാൻ കുറേ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇനി പുതിയ കുറേ അടിപൊളി ഷൂട്ടൊക്കെ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. വെയിറ്റ് ചെയ്യുക. ഞാൻ എന്തായാലും എന്താ പറയുക, സർപ്രൈസ് ഞാൻ പൊട്ടിക്കുന്നില്ല. പക്ഷേ കുറേ സർപ്രൈസ് എന്നല്ല, കുറേ ഷൂട്ട് ഇങ്ങനെ പെൻഡിങ് വെച്ചിട്ടുണ്ട്. കുറച്ച് ഹെവി ഐറ്റംസ് ഇങ്ങനെ പെൻഡിങ് വെച്ചിട്ടുണ്ട് കാണിക്കാൻ വേണ്ടി. സോ അപ്പോൾ അതിൻ്റെ എല്ലാം ബിഹൈൻഡ് ദ സീൻസ് വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഷൂട്ടൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു 7 മണിയായിരുന്നു ആക്ച്വലി പ്ലാൻ ഇട്ടിരുന്നത്. 7 മണിക്ക് വന്ന് തുടങ്ങി ഒരു 9 മണിക്ക് മുന്നേ സംഭവം കറക്റ്റായിരുന്നു. വന്നു കഴിഞ്ഞപ്പോൾ ചെറിയൊരു വ്യത്യാസം. 7:15 കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളിവിടെ വന്നത്. പക്ഷെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് കുറച്ചും കൂടെ നേരത്തെ വരുമായിരുന്നെങ്കിൽ നല്ലതായിരിക്കും. കാരണം ഇന്നലെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സമയമൊക്കെ നല്ലപോലെ മൂടി കിട്ടിയായിരുന്നു. മഴയുടെ കുറച്ച് ദിവസമായിട്ട് മഴയായിരുന്നല്ലോ. അപ്പോൾ ഞങ്ങളുടെ നല്ല മഴയായിരുന്നു. വേറെ കുറേ ഒരു സമയം കഴിയുമ്പോൾ മൂടി കിട്ടി നിൽക്കുമായിരുന്നു. അപ്പം അതും പ്രതീക്ഷയായിരുന്നു ഞങ്ങളിരുന്നത്. അപ്പോൾ ഇവിടെ വന്ന ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ വരുമായിരുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നി. പക്ഷെ അതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല കുറേ പടം കിട്ടി, നല്ല വീഡിയോസ് കിട്ടി. അപ്പോൾ എന്തായാലും ബിഹൈൻഡ് ദ സീൻസ് ഒക്കെ നിങ്ങൾക്ക് കണ്ടപ്പോൾ ഏറെയൊക്കെ ഒരു ഐഡിയ കിട്ടിയെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും മൊത്തം ഔട്ട്പുട്ടൊക്കെ വന്നു കഴിയുമ്പോഴത്തേനും ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം, നിങ്ങൾക്കൊന്ന് കയറി കാണാം. അപ്പോൾ ഞങ്ങളുടെ വണ്ടിയിൽ എല്ലാവരും ഉണ്ട്. ഞങ്ങളിപ്പോൾ ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല, പരിപാടിയൊന്നുമില്ല. ആളെ കൊണ്ടുവരണം, മരം പറഞ്ഞു വിടണം, ചെന്നിട്ട് ഇതെല്ലാം കമലെ നമ്മുടെ ഫ്രണ്ട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കാണിക്കില്ലെന്ന്. അതുകൊണ്ട് എന്തായാലും ഞങ്ങൾ എടുത്ത് കാണിക്കും. എന്താ കമലെ? അപ്പോൾ എന്തായാലും ബാക്കി വീഡിയോസ് എല്ലാം പുറകെ വരുന്നുണ്ട്, കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.